പത്തനംതിട്ട റാന്നി DF ഓഫീസിലെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ച് KCB വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരെത്തി ഫ്യൂസ് ഊരിയിരുന്നു. 15,000 രൂപ കുടിശ്ശികയുണ്ടെന്നും ഫ്യൂസ് ഊരുന്നത് മുൻകൂട്ടി അറിയിച്ചതാണെന്നുമാണ് KCB വ്യക്തമാക്കുന്നത്. എന്നാൽ KCB നോട്ടീസ് നൽകിയില്ലെന്ന് റാന്നി DFO PK ജയകുമാർ ശർമ്മ പറഞ്ഞു. പ്രത്യേകിച്ച് നോട്ടീസൊന്നും തന്നില്ല. പെട്ടെന്ന് വൈദ്യുതി പോയി ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴത്തേക്ക്. നോർമൽ മെയിൻ്റനൻസ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ അറിഞ്ഞത് കുടിശ്ശികയുള്ളതുകൊണ്ട് അവർ വൈദ്യുതി കണക്ഷൻ തൽക്കാലത്തേക്ക് വിച്ഛേദിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര പൂളിൽ നിന്നാണ് ഇത്, കേന്ദ്രീകൃത സംവിധാനമാണ് ഇത് അടയ്ക്കുന്നതിന്. അപ്പോൾ അത് പെട്ടെന്ന് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അതിന് കണക്ഷൻ ഇല്ലാതാവുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ബുദ്ധിമുട്ട് വരും. കമ്പ്യൂട്ടറും വയർലെസ്സും പിന്നെ ഇമെയിൽ അയക്കുന്നതും എല്ലാത്തിനും സ്വാഭാവികമായൊരു ബുദ്ധിമുട്ട് വരും. പെട്ടെന്ന് പരിഹരിക്കുമെന്നാണ് അതിനുവേണ്ടി അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പുനഃസ്ഥാപിക്കാൻ വേണ്ടി ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് മുൻപുള്ള പ്രതികരണമായിരുന്നു DFOയുടേത്. ഇപ്പോൾ ബില്ല് അടയ്ക്കുന്നതിൽ കുടിശ്ശിക വരുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. 15,000 രൂപ കുടിശ്ശികയുണ്ടെന്ന് അറിയുന്നു. ഇതിപ്പോൾ അടച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചത്? അതിനിത് അല്പസമയം മുമ്പ് നാം റാന്നി DFOയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് KCB അധികൃതരുമായി DFO സംസാരിച്ചിരുന്നു. മാത്രവുമല്ല, ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് എന്നാണ് DFO പറയുന്നത്. പക്ഷേ ബിൽ തുക അടച്ചോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത DFO വരുത്തിയിട്ടില്ല. അത് സ്വാഭാവികമായും തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുമായിരിക്കും പണം അടയ്ക്കുക. സംസ്ഥാനത്തെ എല്ലാ DFO ഓഫീസുകളിലെയും വൈദ്യുതി ബിൽ തുക അടയ്ക്കുന്നത് തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ നിന്നാണ്. അങ്ങനെ അടച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തത DFO വരുത്തിയിട്ടില്ല. ഏതായാലും റാന്നി DFO ഓഫീസിൽ മാത്രമല്ല, RRT ഓഫീസിലും തൊട്ട് സമീപത്തിനുള്ള മറ്റൊരു വനംവകുപ്പിന്റെ ഓഫീസിലെയും ഫ്യൂസ് KCB ഊരിയിരുന്നു. ഈ 3 ഓഫീസുകളിലെയും പ്രവർത്തനം ഫ്യൂസ് ഊരിയതിലൂടെ താറുമാറായിരുന്നു. പ്രത്യേകിച്ചും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ വയർലെസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏത് സമയം ഓഫാകും എന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇൻവെർട്ടർ സംവിധാനത്തിലാണ് RRT ടീമിന്റെ വയർലെസ് സെറ്റുകൾ പ്രവർത്തിച്ചിരുന്നത്. 12:45 കൂടിയാണ് KCB ഉദ്യോഗസ്ഥരെത്തി ഫ്യൂസ് ഊരിയത്. ഈ സമയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഏതായാലും ഓഫീസിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു മീറ്റിംഗിലായിരുന്നു. അതുകൊണ്ട് KCB ഉദ്യോഗസ്ഥർക്ക് ഒരു ആശയവിനിമയം ഇക്കാര്യത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് DFOയുടെ പ്രതികരണം ആ രീതിയിൽ വന്നത്. അതായത് ഔദ്യോഗികമായ ഒരു അറിയിപ്പ്, ഒരു നോട്ടീസ് പോലും വൈദ്യുതി ഓഫീസിൽ നിന്നും അറിയിച്ചിരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ 3 ഓഫീസുകളിലെയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എറണാകുളം കളക്ടറേറ്റിലെ വൈദ്യുത ബന്ധവും ഇതുപോലെ ബിൽ കുടിശ്ശികയായതോടെ KCB വിച്ഛേദിച്ചിരുന്നു. ഇന്നിപ്പോൾ റാന്നി DFO ഓഫീസിലാണ് KCBയുടെ നടപടി ഉണ്ടായത്.